ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ പാരീസ് ഹൈപ്പർ മാർക്കറ്റിൽ വന്നേനി. ഇവിടെ വലിയ ഗ്രാൻഡ് ഓഫറാണ്. ഞാൻ സ്ഥലം പറയാം, അത് ഞാൻ കമൻറ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് ഞാൻ നാളെ മറ്റന്നാൾ. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ സാധനമൊക്കെ വാങ്ങി, കുറേ നട്ട്സും മുട്ടായും പിന്നെ വാച്ചൊക്കെ വാങ്ങി എല്ലാവർക്കും കൊടുക്കാനുള്ള. പിന്നെ അവിടെ ഞാൻ കുറേ നോക്കി, ഇതുണ്ടേനി ഒരു മുട്ടായി, ഇപ്പോൾ എന്തോ പുതിയ കിൻഡർ ജോയിൻ്റെ എന്തോ മുട്ടായി, പക്ഷെ അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ ഒരു സ്ട്രോബെറിയും പിന്നെ ഒരു ചോക്ലേറ്റ് മിൽക്കി ബാറും എടുത്ത്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ചോക്ലേറ്റ് ഉരുക്കിയിട്ട് ഇതിൽ മുക്കി തിന്നാനാണ്, സ്ട്രോബെറി ചോക്ലേറ്റിൽ മുക്കി തിന്നാനാണ്. പിന്നെ ഞാൻ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ അവിടെ ഒരു പ്രൈം ഇരിക്കുന്നുണ്ടേനി, അപ്പം അതും വാങ്ങി. പിന്നെ പോപ്കോൺ വാങ്ങേണ്ട വിചാരിച്ചാൽ വാങ്ങേണ്ട പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഒരു കിക്ക് ഓഫ് പറഞ്ഞ ഒരു ഇതിൽ കയറി. പിന്നെ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് അവിടെ പോയിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു പായസം കൊണ്ടുപോയി തന്ന്. പിന്നെ ഇപ്പച്ചി വാങ്ങിയത് ഒരു ചട്ടിച്ചോറാണ്, അതിലെല്ലാം ഉണ്ട്, ഞണ്ടും പിന്നെ കോയും ബീഫൊക്കെ ഉണ്ട്. പിന്നെ ഒരു പപ്പട വന്ന്, പിന്നെ ഇമ്മച്ചിൻ്റെ വന്ന് എന്തോ പൊതിച്ചോറ്, നല്ല രസമാണ് ആ പൊതിച്ചോറ്, അതിലും ഉണ്ട് ഞണ്ടും ഇതൊക്കെ, ബീഫ് വരട്ടിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഞാനാണ് ടേസ്റ്റ് നോക്കി, അത് നല്ല രസമുണ്ട് ഇനി, പക്ഷെ നല്ല ചൂടായിനി. പിന്നെ ഇതിൻ്റെ പുറത്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടാണ് ഖത്തറിൽ പറഞ്ഞാൽ, അതിനോടാണ് എൻ്റെ നെഞ്ചിൻ്റെ അവിടെ സൺഗ്ലാസ്സൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ എൻ്റെ സാധനത്തി കിഴിപ്പൊറാട്ട ഇനി പറഞ്ഞതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി, പക്ഷെ അന്ന് അങ്ങനെ വിശപ്പില്ലേനി, അതിനോടാണ് നല്ലോണം ഓർഡർ ചെയ്യാൻ. ഇപ്പച്ചിയും ചോറിൻ്റെ ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഇത് മാത്രം പൊറോട്ട. എനിക്ക് പൊറോട്ട പണ്ടൊരു വികാരമാണല്ലോ എല്ലാവർക്കും. പിന്നെ അതിങ്ങനെ തിന്ന് തുടങ്ങി, നല്ല രസമാണ്. പിന്നെ നാട്ടിലത്തെ എല്ലാം മുട്ടായി ഉണ്ട് അവിടെ മലയാളി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.